അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹയാന ക്രാഫ്റ്റ്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ക്ലാസ്മേറ്റ്സ് നോട്ട്ബുക്കിൻ്റെ കവർ പേജായിട്ട് നമ്മളെ ഫോട്ടോസ് അല്ലെങ്കിൽ കസ്റ്റമൈസ് ആയിട്ടുള്ള ഫോട്ടോസ് എങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ബുക്ക് മേടിക്കുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് ഫസ്റ്റ് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോണിൽ ഗൂഗിൾ എടുക്കുക. ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ക്ലാസ്മേറ്റ്സ് നോട്ട്ബുക്ക് എന്നുള്ളത് സെർച്ച് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പേജ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിൽ തന്നെ ഫസ്റ്റ് റൂൾഡ് അൺറൂൾഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് കാണാം. അതായത് വരയുള്ള ബുക്കാണോ വേണ്ടത് അല്ല വരയില്ലാത്ത പ്ലെയിൻ ആണോ വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യുക. ദെൻ നമുക്ക് എത്ര പേജസിൻ്റെ ബുക്ക് വേണമെന്നുള്ളത് സെലക്ട് ചെയ്യുക. 140 ഉണ്ട്, 172 ഉണ്ട്. അപ്പോൾ ഞാൻ 140 ആണ് സെലക്ട് ചെയ്തത്. പിന്നെ ബൈൻഡിങ്, അത് നമ്മൾ സെൻട്രൽ സ്ട്രാപ്പും ഉണ്ട് സ്പൈറലും ഉണ്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും സ്പൈറൽ കുറച്ച് ഇഷ്ടമുള്ളതുകൊണ്ട് സ്പൈറൽ എടുത്തു. പിന്നെ സൈസ് നമുക്ക് ലോങ് വേണോ ഷോർട്ട് വേണോ എന്നുള്ളത്, അപ്പോൾ ഞാൻ ഇതിൽ ഷോർട്ടാണ് എടുത്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വരുന്ന ക്വാണ്ടിറ്റി, അപ്പോൾ 6 മുതൽ 30 വരെയുള്ള ബൾക്ക് ഓർഡേഴ്സ് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി 6 എണ്ണം മിനിമം എന്തായാലും 6 എണ്ണം നമ്മൾ എടുക്കണം. നെക്സ്റ്റ് ഓപ്ഷൻ കൊടുത്തിട്ട് നമ്മൾ എഗ്രി ചെയ്യേണ്ടത്, അതായത് കുറച്ച് കണ്ടീഷൻസ് എഗ്രി ചെയ്യുക. ദെൻ അതിന് ശേഷം നമുക്ക് നമ്മളെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മളെ ഫോട്ടോ നമുക്ക് ഏതൊക്കെ ഫോട്ടോസാണോ വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഫോട്ടോ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിന് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ MB കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് നമ്മൾ കണ്ടീഷൻസിൽ കണ്ടിട്ടുണ്ടായിരുന്നു, അത് കറക്റ്റ് വായിച്ചു നോക്കണം കേട്ടോ. ഇനി നമ്മളൊരു ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം ഈ സ്ട്രാപ്പിൻ്റെ അടുത്തേക്ക് കുറച്ച് ഇങ്ങനെ ബൈൻഡിങ് സ്പൈറലിൻ്റെ അടുത്തേക്ക് കുറച്ച് നീക്കിയിട്ട് മേലെ നമ്മൾ ഡ്രാഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് ഫുള്ളായിട്ട് സെറ്റായി കിട്ടും. ചില ഫോട്ടോസ് ഇതിലേക്ക് ഫുള്ളായിട്ട് സെറ്റായി വരണം എന്നില്ല. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും കോട്ട എഴുതണമെങ്കിലോ അല്ലെങ്കിൽ നമ്മളെ പേര് എഴുതണമെങ്കിലോ ഒക്കെ നമുക്കിതിൽ ടൈപ്പ് ചെയ്തിട്ട് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ജസ്റ്റ് ഇത് കാണിച്ചു തരണുള്ളൂ. എനിക്കിത് പേരെഴുതിയത് വലിയ ഇഷ്ടമാവാത്തതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് കാണിച്ചു തന്നതാണ്. അങ്ങനെ എഴുതേണ്ടവർക്ക് അത് എഴുതാം അങ്ങനെ. അപ്പോൾ പിന്നെ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസ് 10 MB ആയിരിക്കണം, അങ്ങനത്തെ കുറച്ച് റെസ്ട്രിക്ഷൻസ്, അതിനേക്കാളും കൂടാൻ പാടില്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഫുള്ളായിട്ട് വായിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ പ്രൊസീഡ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ചിലത് ഇതിലേക്ക് ഫിറ്റ് ആവണം എന്നില്ല. അപ്പോൾ നമ്മൾ ഡ്രാഗ് ചെയ്യേണ്ട സ്ഥലത്തൊക്കെ കറക്റ്റ്ലി ഡ്രാഗ് ചെയ്ത് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് രണ്ടാമത്തെ ഫോട്ടോ സെലക്ട് ചെയ്യുക, അപ്ലോഡ്സിൽ പോവുക, നമ്മൾ ഫോട്ടോ സെലക്ട് ചെയ്യുക. നേരത്തെ ചെയ്ത സെയിം സംഭവങ്ങൾ തന്നെ, അതായത് ആ ബൈൻഡിങ്ങിൻ്റെ സ്ഥലത്തേക്ക് കുറച്ച് ഡ്രാഗ് ചെയ്ത് നീക്കുക. ദെൻ മേലെ ഡ്രാഗ് ചെയ്ത് ഫോട്ടോ ഫുള്ളാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് പിന്നെ പൊസിഷൻ അനുസരിച്ച് നമ്മൾ ഇഷ്ടത്തിന് നീക്കാം. 7 കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഓരോ ബുക്കിനും 70 റുപ്പീസ് വെച്ചാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഒരു ബുക്കിന് 70 രൂപ വെച്ചാണ് വരുന്നത്. ഇനി വലുതാവുമ്പോൾ അതിനേക്കാളും റേറ്റ് കൂടും. ഓക്കെ, കണ്ടോ, ഈ ഫോട്ടോ നമുക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമ്മളിത് സൂം ചെയ്യുമ്പോഴായാലും ഇത് സെറ്റ് ആവുന്നില്ല. ക്രോപ്പ് ചെയ്യുമ്പോഴായാലും ഇങ്ങോട്ടാകുമ്പോഴായാലും ഇങ്ങനെ നമ്മൾ പരത്തി വെച്ച പോലെ ആവും. അപ്പോൾ അങ്ങനത്തെ ഫോട്ടോസ് നമ്മൾ ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ അത് ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ രണ്ടാമതൊരു ഫോട്ടോ വേറെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫോട്ടോ നമ്മൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് നമ്മൾ ഗാലറിയിൽ നിന്ന് നമ്മൾ സേവ് ചെയ്ത് നമ്മൾ എടുത്തിട്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഇതിന് കൊറിയർ ചാർജും കൂടെ വരുന്നുണ്ട്. കൊറിയർ ചാർജ് എക്സ്ട്രാ വരും. ഓരോ ബുക്കിൻ്റെ റേറ്റാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ, 70 രൂപ എന്നുള്ളത്. അപ്പോൾ ഓരോ ഫോട്ടോ സെലക്ട് ചെയ്യുക, സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ഇനിയും നമ്മൾ ഫോട്ടോ സെലക്ട് ചെയ്യുക. അപ്പോൾ ചില ഫോട്ടോസ്, അതായത് MBയുടെ വേരിയേഷനിൽ വരുന്ന ഫോട്ടോസ് നമുക്കിതിൽ ആപ്റ്റായി വരില്ല. കണ്ടോ, ഇത് സെറ്റായി വരില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ കളഞ്ഞതിന് ശേഷം അതിലേക്ക് പറ്റുന്ന ഫോട്ടോസ് മാത്രം സെറ്റ് ചെയ്യാം. അതായത് ചില ഫോട്ടോ അതിലേക്ക് കുഴപ്പമുണ്ടാവില്ല, പക്ഷെ നമ്മൾ ഡ്രാഗ് ചെയ്തൊക്കെ നീക്കുമ്പോൾ ഇങ്ങനെ പരത്തി വലിച്ച പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ അങ്ങനത്തെ ഫോട്ടോസിന് പകരം നോർമലി ഉള്ള ഫോട്ടോസ് തന്നെ ഇതിലേക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, പിന്നെ കുട്ടികൾക്ക് അവരുടെ ഫോട്ടോസുള്ള ബുക്കുകളൊക്കെ കാണുമ്പോൾ കുറച്ച് ഇഷ്ടമായിരിക്കുമല്ലോ, അങ്ങനെയുള്ളവർക്ക് ഇത് മേടിക്കാം. പക്ഷേ ഇത് കവർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വലിയ കാര്യമില്ലല്ലോ. അപ്പോൾ സ്കൂളിലേക്ക് കൊടുത്തേക്കാനല്ലാതെ റഫാക്കാനും വീട്ടിൽ യൂസ് ചെയ്യാനൊക്കെ ആയിട്ടായിരിക്കും കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഫോട്ടോയും കൂടെ അപ്ലോഡ് ചെയ്യാം. ഇനി അല്ലാണ്ട് നമ്മൾക്ക് അപ്ലോഡ് ചെയ്യാണ്ട് നമ്മൾ ഇഷ്ടത്തിന് ഇവർ തന്നെ കസ്റ്റമൈസ് ചെയ്ത് തരുന്ന ഫോട്ടോസും ഉണ്ട് കേട്ടോ. അതിൻ്റെ താഴെ ആയിട്ട് അതും കിടക്കുന്നുണ്ടാവും. നമ്മളെ ഫോട്ടോ വെച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ എടുത്തത്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും സേവ് ചെയ്തു. ഇനി അത് കണ്ടിന്യൂ കൊടുക്കാം. ലാസ്റ്റ് ഫോട്ടോ കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കാം.
ഇനി ആഡ് ടു കാർട്ട്, അതായത് 420 റുപ്പീസാണ് കേട്ടോ, 420 റുപ്പീസാണ് വന്നിട്ടുള്ളത്. ആഡ് ടു കാർട്ട് കൊടുക്കാം. ഇനി നമുക്ക് അത് സക്സസ് ആയി. ഇനി നമ്മൾ എന്താണ്, നമ്മൾക്ക് ഇതിൽ അക്കൗണ്ട് ഒന്നും ഇല്ലല്ലോ, അപ്പോൾ സൈനിങ് കൊടുക്കണം. അപ്പോൾ നമ്മൾ അതിനുള്ള കാര്യങ്ങൾ നോക്കുക. അപ്പോൾ ടോട്ടലി നമുക്ക് 500 ആണ് വരുന്നത്. അതായത് അവർ കൊറിയർ ചാർജും കൂടെ കൊടുത്തിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്യേണ്ടത്. നമുക്ക് പേ നൗ എന്നുള്ളത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിത് സൈനിങ്ങോ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ. അപ്പോൾ അതിനുള്ളത് നമ്മൾ ഫോൺ നമ്പറായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾക്ക് സൈനിങ് ചെയ്യാനായിട്ട് നമ്മളെ ഫോൺ നമ്പർ, അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മളെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ദെൻ നമുക്ക് ഫോണിലേക്ക് ഒരു OTP വരും. അവരുടെ OTP വരുന്നത് അതും കൂടെ അതിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടിന്യൂ. ദെൻ നമ്മളെ അഡ്രസ്സ് ഞാൻ ഓൾറെഡി മേടിച്ചതിന് ശേഷമാണ് രണ്ടാമത് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ ഇതിൽ നമ്മളുടെ ഇത് കൊടുത്തിട്ടുണ്ട്, മെയിൽ അഡ്രസ്സും കാര്യങ്ങളും, ഷിപ്പിംഗ് അഡ്രസ്സും ബില്ലിംഗ് അഡ്രസ്സൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ജസ്റ്റ് എഡിറ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ആ സർക്കിളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ടോട്ടലി പേ ചെയ്യേണ്ടത് 6 ബുക്കിന് 500 റുപ്പീസാണ്. കണ്ടിന്യൂ കൊടുത്തു. ഇനി നമ്മൾക്ക് പേ നൗ, ഇനി നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റിൻ്റെ ഇതിലെടുത്തിട്ട് വരുമ്പോൾ നമുക്ക് ഗൂഗിൾ പേ ആണോ, ഫോൺ പേ ആണോ, Paytm ആണോ, ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. നമ്മളിഷ്ടത്തിന് നമുക്കത് സെലക്ട് ചെയ്യാം, നമ്മൾ പേ ചെയ്യാം. എന്നിട്ട് ഒരു 5 മുതൽ 6 ഡേയ്സിൽ നമുക്കത് വീട്ടിലേക്ക് കൊറിയറായിട്ട് എത്തും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നോക്കുക. പിന്നെ നമ്മൾ ഈ സൈറ്റിൽ തന്നെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മൈ ഓർഡേഴ്സ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യൂ ഡീറ്റെയിൽസ് കാണാം, കണ്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളതാണ് പേ നൗ എന്നുള്ളത് കാണിച്ചേക്കുന്നത്. കാരണം ഓൾറെഡി നമ്മൾ പേ ചെയ്തിട്ടില്ലല്ലോ, മറ്റേത് നമ്മൾ മുന്നേ മേടിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇനി ഞാൻ ജസ്റ്റ് സ്ക്രീൻ റെക്കോർഡ് ചെയ്തതിൻ്റെ ഇത് മാത്രം ഉണ്ട് അത്. ഓക്കെ, അപ്പോൾ ഞാൻ മേടിച്ച ബുക്കുകൾ ഇതൊക്കെയാണ്. ഇനി നമുക്ക് ബുക്കുകൾ ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ അവർ നമുക്ക് കൊറിയർ ചെയ്ത് തന്നിട്ടുള്ളത് നല്ല പാക്കിങ്ങും നല്ല കാര്യത്തോടു കൂടി തന്നെയാണ് കേട്ടോ അവർ പാക്ക് ചെയ്ത് തന്നിട്ടുള്ളത്. നമുക്കിത് പൊട്ടിച്ച് നോക്കാം. ബബിൾ റാപ്പൊക്കെ ചെയ്തിട്ട് നല്ല സെറ്റായിട്ട് തന്നെയാണ് കേട്ടോ അവർ കൊറിയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടെ നമുക്ക് പൊട്ടിച്ച് നോക്കാം. ഫോട്ടോസിൻ്റെ കാര്യത്തിലാണ് കുറച്ച് കൺഫ്യൂഷൻ ഉള്ളത്. ഇങ്ങനെ പരന്നിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് ഉണ്ട്. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ട്രാക്ക് ചെയ്തിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ബുക്ക് ഇതാണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സ്പൈറൽ ഇഷ്ടമുള്ളതുകൊണ്ട് അങ്ങനെ മേടിച്ചതാണ്. ബൈൻഡഡ് ആണെങ്കിൽ ബൈൻഡഡ് മേടിച്ചാലും മതി. നല്ല ക്ലാസ്മേറ്റ്സിൻ്റെ നോട്ട്ബുക്കിൻ്റെ അതേ ക്വാളിറ്റിയിലുള്ള പേപ്പർ തന്നെയാണ് കേട്ടോ ഉള്ളത്. ഓക്കെ, അതിൻ്റെ ഫസ്റ്റ് കവർ പേജ് ആയാലും നല്ല ക്വാളിറ്റി ഉണ്ട്. ഈ ഫോട്ടോയും ഓക്കെയാണ്. നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുള്ളത് കുഴപ്പമൊന്നുമില്ല, കറക്റ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. എല്ലാം നല്ല ഇതായിട്ട് തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 6 ബുക്ക് 6 ബുക്ക് 500 റുപ്പീസ്. എനിക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ പിന്നെ എല്ലാവരും മറ്റേ സെൻട്രൽ സ്ട്രാപ്പ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത് നിങ്ങൾ ഇഷ്ടത്തിന് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അസ്സലാമു അലൈക്കും.